കേരളം മാത്രമല്ല, ഇന്ത്യ ആകെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലിന്റെ എമ്പുരാൻ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ. എമ്പുരാന്റെ വിദേശ റൈറ്റ്സ് വിറ്റുപോയിരിക്കുകയാണ് ഇപ്പോൾ. ഇതുവരെ മലയാള സിനിമ നേടിയതിനേക്കാൾ ഒരു റെക്കോർഡ് തുകയ്ക്കാണ് ഫാർ ഫിലിംസ് റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മോഹൻലാലിന്റെ എമ്പുരാനെക്കുറിച്ച് ടൊവിനോ പറഞ്ഞ വാക്കുകൾ വളരെയധികം ചർച്ചയായിരുന്നു. എമ്പുരാനിൽ ഞാൻ മുഖ്യമന്ത്രിയാണല്ലോ, റഷ്യയിലാണല്ലോ ലൂസിഫർ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത്. എത്ര രാജ്യങ്ങളാണ് പിന്നെ ചിത്രീകരിച്ചതെന്ന് തനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ കുറേ സീക്വൻസുകൾ കണ്ടു. ഭയങ്കര അടിപൊളിയാണ്. ഞാൻ എക്സൈറ്റഡ് ആണ്. അത് മൊത്തം സിനിമയായി കാണാം. പറ്റിയാൽ അന്നത്തെ പോലെ തന്നെ തനിക്കും രാജുവേട്ടനും ലാലേട്ടനും ഒക്കെയുള്ള ഒരു തിയേറ്ററിൽ കാണാൻ ഗംഭീരമാകുമെന്നും നടൻ ടൊവിനോ അഭിപ്രായപ്പെട്ടു. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എമ്പുരാൻ സിനിമ മാർച്ച് 27 റിലീസാകുമ്പോൾ പ്രതീക്ഷയിലാണ് താരത്തിന്റെ ആരാധകർ. സ്റ്റീഫൻ നെടുമുടി എന്ന ഖുറേഷി എബ്രഹാമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ 150 കോടി രൂപയിൽ അധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു. ലൂസിഫർ സ്റ്റീവൻ നെടുമുടി ആയിരിക്കില്ല രണ്ടാം ഭാഗത്തിന് എമ്പുരാന് പ്രാധാന്യം എന്നാണ് റിപ്പോർട്ടുകൾ. ഖുറേഷി ഇബ്രാഹിമിന് പിന്നാലെ സഞ്ചരിക്കുന്ന കഥയാവും എമ്പുരാന്റെ എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഖുറേഷി ഇബ്രാഹിമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിന്റെ എമ്പുരാൻ സ്റ്റൈലിൽ സിനിമ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിലുണ്ടാകുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത്ത്, ജിതിൻ രാംദാസ്, ടൊവിനോ തോമസും തുടങ്ങിയവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നു. ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സുജിത് വാസുദേവാണ്. മലയാളത്തിന് പുറമെ താരങ്ങൾ മോഹൻലാൽ ചിത്രത്തിലുണ്ടാകും എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകളറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.